നമ്മളെല്ലാവരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരേ ഫ്ലൈറ്റിൽ ഒരേ ദിവസം ഒരേ വരിയിലിരിക്കുന്ന രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്ത വിലയായിരിക്കും ടിക്കറ്റിന് നൽകിയിട്ടുണ്ടാവുക. സോ ഇതെങ്ങനെയാണ് എയർലൈൻസ് ഈ ടിക്കറ്റ് വില തീരുമാനിക്കുന്നത്? ഏവിയേഷൻ കോഴ്സുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു എയർ ഫെയേഴ്സ് ആൻഡ് ടിക്കറ്റിംഗ്. ഒരു ടിക്കറ്റിന് പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു 3 മിനിറ്റിൽ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫെയർ കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾസ് അഥവാ ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കുന്ന രീതിയാണ്. ബേസ് ഫെയർ, ഫ്യൂവൽ ചാർജുകൾ, അങ്ങനെ പലതരത്തിലുള്ള എയർപോർട്ട് ടാക്സുകൾ എന്നിവ ചേർത്താണ് ഒരു ഫെയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബുക്കിംഗ് കോഡ്സ് അല്ലെങ്കിൽ ഫെയർ ബേസിസ് കോഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ്, ഇക്കോണമി ക്ലാസ് എന്നൊക്കെ കാണാറില്ലേ? എന്നാൽ ഇതിനകത്ത് തന്നെ എ, ബി, സി, വൈ, എം എന്നിങ്ങനെ ഒട്ടനവധി സബ് കോഡുകളുണ്ട്. അപ്പോൾ ഏത് സീസണിലാണ് ബുക്ക് ചെയ്തത്, റീഫണ്ട് കിട്ടുമോ ഇല്ലയോ എന്നതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഈ കോഡുകൾ നൽകുന്നത്. ഇതിൽ ടിക്കറ്റ് ടൈപ്സ് ആൻഡ് വാലിഡിറ്റി റൂൾസ് ഉണ്ട്. അടുത്തതായിട്ട് പ്രധാനമായിട്ടും 2 തരം ടിക്കറ്റുകളാണുള്ളത്. ഒന്ന് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കാത്ത റെസ്ട്രിക്റ്റഡ് ടിക്കറ്റ്സ് ആണ്. പിന്നെ ഒന്ന് വരുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും തീയതി മാറ്റാൻ സാധിക്കുന്ന ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഓപ്പൺ ടിക്കറ്റ്സ്. ഇനി ഓരോ ടിക്കറ്റിനും കൃത്യമായ വാലിഡിറ്റി റൂൾസും ഉണ്ട്. ചില ടിക്കറ്റുകൾക്ക് മിനിമം സ്റ്റേ നിയമങ്ങൾ ഉണ്ടാകും. അതായത് നമ്മൾ എവിടേക്കാണോ പോയത് ആ സ്ഥലത്ത് ഇത്ര ദിവസം കഴിഞ്ഞേ മടങ്ങാൻ പാടുള്ളൂ എന്നുള്ള നിയമം. ചിലതിന് പരമാവധി 1 വർഷം വരെയൊക്കെ ആയിരിക്കും വാലിഡിറ്റി. ഇനി നമ്മൾ നോക്കുന്നത് റൂട്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എയർലൈൻസ് അനുവദിച്ചിട്ടുള്ള റൂട്ടുകൾ ഏതൊക്കെയാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഡയറക്റ്റ് റൂട്ടിംഗ് ഉണ്ട്. അതായത് ഒന്നിലധികം സ്റ്റോപ്പുകളുള്ള മൈലേജ് റൂട്ടിങ്ങും ഉണ്ട്. അതായത് ഡയറക്റ്റ് ഒരു സ്ഥലത്ത് പോയി ഇറങ്ങുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേഷൻസ് വരുന്ന രീതിയിൽ. സോ റൂട്ട് മാറുന്നതിനനുസരിച്ച് ടിക്കറ്റ് വിലയും മാറും. ദെൻ അവസാനമായിട്ട് നമുക്ക് വരുന്നത് ഇതെല്ലാം അടങ്ങുന്നതാണ് ടിക്കറ്റ് ഐറ്റിനറി റിസിപ്റ്റ്. അതായത് നിങ്ങളുടെ പേര്, ഫ്ലൈറ്റ് നമ്പർ, ലഗേജ് അലവൻസ് എന്നിവയ്ക്ക് പുറമെ നമ്മൾ ഈ പറഞ്ഞ ഫെയർ കാൽക്കുലേഷനും ടാക്സ് ബ്രേക്കപ്പും എൻഡോഴ്സ്മെന്റ് നിയമങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് ലീഗൽ ഡോക്യുമെന്റ് ആണിത്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ജോലി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ടിക്കറ്റിംഗ് നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. സോ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ എയർ ഫെയർ മൊഡ്യൂളിന്റെ ഒരു ബേസിക് ഐഡിയ ആണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് വിചാരിക്കുന്നു. സോ ഏവിയേഷൻ കോഴ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്